സംഭവിക്കും എന്ന് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ യാത്രയിൽ ചേട്ടനുണ്ടാവും എന്നുള്ള കാര്യം ഒട്ടും വിചാരിക്കാത്തതാണ്. ഞാനും മാനസകൂട്ടനും കൂടി ഇങ്ങനൊരു യാത്ര എന്താണെങ്കിലും നടത്തേണ്ടി വരും എന്ന് ഞാൻ ഒരു 12 വർഷം മുമ്പേ തന്നെ വിചാരിച്ചിരുന്നത്. സമ്പാദ്യവും കൂടെ എനിക്ക് എഴുതി തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ തീരുമാനം? അത് ഞാൻ പറഞ്ഞല്ലോ, ചേട്ടന്റെ ഒരു 10 സെന്റ് സ്ഥലം വിൽക്കുക, എഴുതിയെടുക്കാനുള്ള പൈസ അതിൽ നിന്ന് ഒപ്പിക്കുക, എനിക്ക് മൊത്തം എഴുതി തന്നേക്കുക. ചേട്ടന് മൊത്തം ഒരു 5-6 ഏക്കർ സ്ഥലം ഉണ്ട്, അത് മൊത്തം കൂടെ എഴുതി തരുമെന്നാ പറഞ്ഞു. തരുവോ? പറ 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 വായി കൊണ്ട് പറ. എന്നാന്ന് വിഷമം വന്നപ്പോ എടുത്താണാ? വിഷമം വന്നാ? ചെറുതായിട്ട് വിഷമം വന്നു. പപ്പ ഉണ്ടാക്കിയ അപ്പൊ എനിക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അനുഭവിച്ച ദുരിതങ്ങളുടെ ഘോഷയാത്രയുടെ ആരംഭം എവിടെ നിന്നായിരുന്നു? ഞാൻ തെരുവിലേക്ക് ഇറക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊരിടം വരെ പോവുകയാണേ. നമ്മളൊരു യാത്രയിലാണ്. ഇങ്ങനൊരു യാത്ര ഞാനൊരു 12 വർഷം മുമ്പേ പ്രതീക്ഷിച്ചിരുന്നതാണ് കേട്ടോ. പ്രതീക്ഷിച്ചിരുന്നതല്ല, സംഭവിക്കും എന്ന് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ യാത്രയിൽ ചേട്ടനുണ്ടാവും എന്നുള്ള കാര്യം ഒട്ടും വിചാരിക്കാത്തതാണ്. ഞാനും മാനസകൂട്ടനും കൂടി ഇങ്ങനൊരു യാത്ര എന്താണെങ്കിലും നടത്തേണ്ടി വരും എന്ന് ഞാൻ ഒരു 12 വർഷം മുമ്പേ തന്നെ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ നമ്മള് ആ യാത്രയിലാണ് കേട്ടോ. അപ്പൊ എങ്ങോട്ടാ പോകുന്നത് എന്ന് നമുക്ക് വഴിയെ കാണാം. മലകൾ കണ്ടോ? മല. നമ്മൾ പോകുന്ന വഴിയരികിൽ കാണുന്ന മലനിരകളാണത്. ഇല്ലിക്കൽ കല്ലിന്റെയും ഇലവീഴാപ്പൂഞ്ചിറയുടെ ഒക്കെ ഓരോ ഭാഗങ്ങൾ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴാണ് ഓരോ മല പൂർത്തിയാകുന്നത്. സുഹൃത്തുക്കളെ, അത് അങ്ങ് അറ്റത്ത് കാണുന്നതാണ്. നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് അങ്ങ് മലയുടെ മണ്ടൊക്കെ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് വാഗക്കാട് ചർച്ച് കാണാം. അത് ഇവിടെ നിന്ന് എങ്ങാണ്ട് വീഡിയോ എടുക്കുമ്പോൾ, ഫോട്ടോ എടുക്കുമ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ടിൽ വാഗക്കാട് ചർച്ചായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പം അതാ നമ്മൾ ആൻസിൻ്റെ ആ വഴി കേട്ടോ. ഈ വഴി ആൻസി അത് 311 ആൻസിന്റെ പപ്പയുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇതാ സൈഡില് പുഴ, ഇതാ വീട്ടിലേക്കുള്ള വഴി. ഇപ്പൊ നമ്മളെങ്ങോട്ട് ഇപ്പൊ മനസ്സിലായി കാണാം. ആൻസ് അവിടെ പുറകില് കൂടി ഇരിപ്പുണ്ട്. അപ്പോഴേ ഞാൻ ആൻസിന്റെ പപ്പയുടെ വീട്ടിലേക്കാണ് പോയത്. വാഗക്കാടിന് കുറേ നാൾ കൂടിയാണ് പോയത്. ആൻസിന്റെ ആദ്യ കുർബാനയ്ക്ക് അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ പോകാറുള്ളൂ. നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് പിന്നെ വലിഞ്ഞു കയറി ചെല്ലുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ എനിക്കത് വേണമെന്നും പറഞ്ഞ് പിടിവാശി എടുക്കുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ സ്വത്തിനോടോ മുതലിനോടോ പറയുന്ന സ്വത്ത് മുതലൊന്നും ഇല്ലെങ്കിലും അതിനോടോ ഒന്നും യാതൊരു ആർത്തിയും ഇല്ല, അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അന്ന് കിടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷം പിന്നിലേക്ക് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു? പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ Q&A വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ജോജോ ചേട്ടന്. ബൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് സ്പോട്ടിൽ തന്നെ ഏകദേശം അപ്പം തന്നെ അവൾ പോയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മരിച്ചു കഴിഞ്ഞ് ഒരു ആക്സിഡൻ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് തന്നെ അടുത്ത വീട്ടിൽ നിന്നൊരു കൊച്ചാണ് എന്നെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ആക്സിഡൻ്റ് ആയി എന്നും പറഞ്ഞ്
ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആളുകളൊക്കെ, അകലെയുള്ള ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊന്നും എന്നെ ആരും വിളിച്ചൊന്നും അറിയിച്ചിട്ടില്ല. ഇനി അടുത്ത വീട്ടുകാരെ വിളിച്ചറിയിച്ചേ. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ അന്ന് 1.5 വയസ്സായിരുന്നു. അവിടെ താമസിച്ചു. അതിനുശേഷം അവിടെ നിന്നു. കാരണം എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ച വീടാണ്. എൻ്റെ വീട് വിറ്റിട്ടായിരുന്നു എന്നെ അന്ന് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഒരു വാടക വീട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം തിരിച്ച് പോകാനിടമില്ലാതെ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അതുവരെ കല്യാണം കഴിക്കണവരെ അപ്പയുടെ അമ്മയുടെ കീഴിൽ ജീവിച്ചു. കല്യാണം കഴിച്ച് ജോജോച്ചേട്ടൻ്റെ കീഴിൽ ജീവിച്ചു. കാരണം ഒരു കടയിൽ പോകാനോ സാധനങ്ങൾ തനിയെ വാങ്ങാനോ ഒന്നും അറിയില്ലാത്ത 28 വയസ്സായിരുന്നു ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് എനിക്ക്. അപ്പം അങ്ങനെ ഒന്നും തനിയെ ഒന്നും കടയിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. തന്നെയൊന്നും ഞാനൊരു കടയിൽ പോയിട്ടില്ല. അമ്മ വീട്ടിലൊന്നും പോയി തന്നെയൊന്നും നിന്നിട്ടില്ല. ആകപ്പാടെ ഞാൻ മാറി നിൽക്കുന്നത് ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമല്ലോ, കോളേജിൽ നിന്നൊക്കെ, അപ്പം മാത്രമാണ് വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു ഫുൾ ടൈം വീട്ടിൽ തന്നെ, വേറെ എങ്ങോട്ടും ഒരു ധ്യാനത്തിന് പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത വ്യക്തിയാണ്. എനിക്ക് എന്ത് കൊണ്ടു തരുന്നോ, ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കൊണ്ടു തന്നാൽ എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞൊന്നും ഞാൻ സെലക്ട് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിപ്പോൾ പോലും ഞാൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എനിക്ക് ആരെങ്കിലും എടുത്തു തന്നാൽ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഒരു വ്യക്തി, എനിക്കത് വേണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. തന്നെ ഒന്ന് സെലക്ട് ചെയ്യാൻ അതെനിക്കിപ്പോഴും ഇല്ല, പണ്ടും ഇല്ല. അങ്ങനെ എനിക്ക് ശീലം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ജോജോ ചേട്ടനാണ് വളയൊക്കെ ആണെങ്കിൽ സാരിക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നോണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തന്നതും അതിനുശേഷം അങ്ങനെയാണ് ആക്സിഡൻ്റായി മരിച്ച് അവിടെ താമസിച്ചു. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ഇവരെ ഇറക്കി വിട്ടാൽ പോകാനിടയില്ല, തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥയാണ്. എനിക്കറിയാമായിരുന്നു എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നുള്ള കാര്യം. കാരണം മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റുവേഷനൊക്കെ, അമ്മയെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ജോജോ ചേട്ടൻ മരിച്ചൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് വെള്ളമൊക്കെ ചൂടാക്കി എന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് അവിടുത്തെ അമ്മയാണ്. അപ്പം അതിന് ശേഷം എനിക്ക് പിന്നെ പതുക്കെയൊക്കെ സ്വഭാവം, അമ്മയുടെ ചെവി കേൾക്കത്തില്ല. അപ്പം പലരുടെയും കുത്തിത്തിരിപ്പ് കൊണ്ടും പലതും പറഞ്ഞു കൊടുത്തത് കൊണ്ടൊക്കെയാണ് അമ്മയും പതുക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നത് വാഴക്കാട് വീട്ടിൽ ചെന്നപ്പം അമ്മയോട് വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു. കാരണം അമ്മയ്ക്ക് തീരെ വയ്യ. അതിൽ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നവരിൽ ഒരു ചേച്ചി എന്നോട് മുതലക്കടം പള്ളിയിൽ പെരുന്നാളിൻ്റെ അന്ന് കുർബാന നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഇതിലേക്കൊക്കെ വിളിച്ച് കൂട്ടിയത് ആരാണ്? നിങ്ങൾ വെച്ചാൽ അവർ തൊടുപുഴയാണ് താമസിക്കുന്നത്. അവിടെ നിന്നൊക്കെ അങ്ങ് ഈരാറ്റുപേട്ട വരെ വന്ന് അതേ സമയത്ത് വിളിച്ചു കൂട്ടിയത് ആരാണ്? ഇപ്പം അതൊക്കെ പോട്ടെ, കഴിഞ്ഞതല്ലേന്നും പറഞ്ഞ് അവരതങ്ങ് വിടുക ചെയ്ത്, ആരാന്നൊന്നും പറയാൻ നിന്നില്ല. അപ്പം അതിനെക്കുറിച്ച് അമ്മ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. വിത്ത് പ്രൂഫ് അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് പിന്നീട് എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമുക്കത് എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ദേഹോപദ്രവങ്ങളും ചീത്തവിളികളും ഒക്കെ ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് മരിച്ച്, അപ്പം അതിന് മുമ്പായിട്ട് ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ആക്സിഡൻറ്റ് ക്ലെയിം ഒക്കെ ഉണ്ടല്ലോ, അല്ല ജോലി ഉണ്ടെങ്കിലൊക്കെ ക്ലെയിം കിട്ടും. അപ്പോൾ ക്ലെയിമിൻ്റെ അഡ്വക്കേറ്റ്സിൻ്റെ ക്ലർക്കുമാർ വീട്ടിൽ വരുമായിരുന്നു പലരും. അപ്പം ഞങ്ങൾക്ക് തരണം, കേസ് ക്ലെയിം ഞങ്ങൾക്ക് തരണം എന്നും പറഞ്ഞ് പലരും വരും. അപ്പം കല്യാണം കഴിഞ്ഞ ആളായതുകൊണ്ട് വൈഫിനോടായിരിക്കും സംസാരിക്കുക. അപ്പം അല്ലാതെ പെങ്ങളോടോ ബന്ധുക്കളോടോ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അവരെന്ത് ചിന്തിച്ചു എന്ന് വെച്ചാൽ ഈ കാശ് മൊത്തം ഇവളെങ്ങാനും കൊണ്ടുപോകുമോ? അപ്പം ആങ്ങളെ മരിച്ചാലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ഒരു പഴഞ്ചനുണ്ട്. അത് യാഥാർത്ഥ്യമായ ഒരു സമയമായിരുന്നു അന്ന്. അങ്ങനെ ആ ഒരു കാരണത്തെ അപ്പം ഇവളിവിടെ നിന്നാലല്ലേ പ്രശ്നം. ഇവളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇവളെ അറിയുന്നില്ലല്ലോ, ഇവളെവിടെ അറിയില്ലല്ലോ, ഇവളെ കാണുന്നില്ല, വീട്ടിലേക്കല്ലേ വരുള്ളൂ. അപ്പം മൊത്തം ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാകാം അന്നങ്ങനെ. അപ്പം അതിന് മുമ്പേ തന്നെ 10ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് അടിച്ചിറക്കുന്നത്. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പള്ളിയിൽ അന്ന് സെമിത്തേരി വെഞ്ചിരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലൊന്നും അച്ഛൻ വന്നൊന്നുമില്ല, വീട് വെഞ്ചിരിപ്പൊന്നും ഞാൻ കണ്ടില്ല. സെമിത്തേരി വെഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് കിടക്കുകയാണ്. അപ്പവും കടലക്കറി ആയിരുന്നു എന്ന് തോന്നുന്നു. അന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനതൊന്നും കഴിച്ചൊന്നുമില്ല.
അപ്പം ഇന്ന് അമ്മ പറഞ്ഞു, അന്ന് അച്ഛൻ പറഞ്ഞു ആരെയും വിളിക്കണ്ട, മകളെ പോലും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത്രയും ചെറുപ്പത്തിൽ മരിച്ചു പോയ ഒരാളല്ലേ, അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നും നടത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ആളുകളൊക്കെ അടുത്ത ദിവസം വരും എന്ന് വേറൊരാൾ പറഞ്ഞെന്ന് അമ്മ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കരുതി കൂട്ടിയായിരുന്നു. ആ ഒരു ദിവസം കൊണ്ട് അടിച്ചിറക്കണം, എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമല്ലോ എന്നുള്ള കാരണം കൊണ്ട്. അപ്പം ഇവർ റീസൺ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലെയിമിനൊക്കെ വേണ്ടിയിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമായിരുന്നു. അപ്പം എനിക്കും അക്കൗണ്ടൊന്നും ഇല്ല, അമ്മയ്ക്കും ഇല്ലായിരുന്നു. നമ്മുടെ SBIയിൽ നിന്നുമായിരുന്നു അക്കൗണ്ട് എടുക്കേണ്ടത്. അപ്പം ഞാൻ അമ്മേനെ കൊണ്ട് പോയി അക്കൗണ്ട് എടുപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കണുണ്ട്. ഫോം പൂരിപ്പിച്ചിട്ട് അതിൽ ഒപ്പിട്ടപ്പോൾ അമ്മയുടെ ഒപ്പം എല്ലായിടത്തും പലതായിപ്പോയി. അപ്പം അത് അവർ ബാങ്കുകാരെടുത്തില്ല. ഈരാറ്റുപേട്ട SBIയിൽ പോയപ്പം അവരെടുത്തില്ല. അപ്പോൾ അമ്മയുടെ ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും എല്ലാം എൻ്റെ ഹാൻഡ് ബാഗിനകത്താണ്. പിറ്റേ ദിവസം വീട് സെമിത്തേരി വെഞ്ചരിപ്പാന്നറിഞ്ഞ് ബാഗ് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ അലമാരിയിൽ അങ്ങ് വെച്ചു. കാരണം ഇനിയും ബാങ്കിൽ പോകണമല്ലോ, അപ്പോൾ ഇതോടുകൂടി എടുത്തുകൊണ്ട് പോകണം. അത് അമ്മ ഇന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദുവിൻ്റെ കയ്യിൽ എൻ്റെ ആധാർ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് അത് ബിന്ദുവിൻ്റെ കയ്യിൽ ഇരിക്കണോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് പറഞ്ഞല്ലേ അവർ വഴക്കുണ്ടാക്കിയേ എന്ന് അമ്മ ഇന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുന്ന വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ സെമിത്തേരിയിലുള്ള ഈ കുർബാനയും കാര്യങ്ങളും വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ കിടക്കുമ്പം ഇതേ അമ്മ തന്നെ വന്നിട്ട് വന്നിട്ട് റൂമിൻ്റെ വാതിക്കൽ നിൽക്കുക. അപ്പോൾ കുറേ പേര് വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ആ മാനസികാവസ്ഥയിൽ ആ അവസ്ഥയിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത്, ജോലിയൊന്നും ഇല്ല എനിക്ക് ആ സമയത്ത്, ഞാൻ എന്ത് ചെയ്യും എന്നോർത്തിട്ട് ഞാൻ ആകെപ്പാടെ അങ്കലാപ്പിൽ ഇരിക്കുകയാണ്. ഇനി ജോജോ ചേട്ടൻ ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇനി നമുക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിനെ കാണാൻ പറ്റത്തില്ല, നമ്മുടെ കൂടെ ആ ആളില്ല. ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകും? ഒരു കൊച്ചുണ്ട്, സ്വന്തമായിട്ട് കിടപ്പാടമൊക്കെ വിറ്റിട്ടാണ് നമുക്ക് കെട്ടിച്ചു വിട്ടത്, അതുകൊണ്ട് പോകാൻ വേറെ ഇടയില്ല. ഇങ്ങനെയൊക്കെ ഓർത്ത് ആകെപ്പാടെ വിഷമത്തിൽ കിടക്കുവാണ്. ഫുഡൊന്നും കഴിക്കാറില്ല. കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെക്കുന്നതിൽ മൂടി മാറ്റിയിട്ട് ചുമച്ച് അതിൻ്റെ മുകളിലേക്ക് ചുമയ്ക്കുക, കാർപ്പിക്കുക. പിന്നെ വീട്ടിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അമ്മയല്ല ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചിയാണ് ഫുഡൊക്കെ തന്നത്, ബിൻസി എന്ന് പറഞ്ഞ ചേച്ചി. അപ്പം ഞാൻ ആ ചേച്ചിയോട് ചേച്ചി ഇതാണ് വീട്ടിലെ അവസ്ഥ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂടി മാറ്റിയിട്ട് ചുമയ്ക്കണു, കാർപ്പിക്കണു, ഫുഡൊന്നും അവിടുന്ന് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് ചായ, അപ്പോൾ ചോറ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല, ചായ ഇട്ട് തരും, അടയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ തരും. അങ്ങനെയാണ് അവിടെ ഒരു 10 ദിവസം നിൽക്കേണ്ട വന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ അത് അമ്മയുടെ പേരിലുള്ള സ്ഥലവും വീടുമാണ്, പെമ്മക്കൊക്കെയാണ് അവകാശം എന്നൊക്കെ പറഞ്ഞ് വിത്ത് പറയുന്നതല്ല. എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. കാരണം എനിക്ക് വേറെ ആരും ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കേൾപ്പിക്കാനും. ആ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജോജച്ചേട്ടൻ്റെ സൗണ്ട് വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, നമുക്ക് ഓർമ്മയാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഇൻസ്പിറേഷനാണ് എന്നെ ദ്രോഹിച്ചവരുടെ പലരുടെയും വാക്കുകൾ. അങ്ങനെ നമ്മൾ സെമിത്തേരി വെഞ്ചരിപ്പ് കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അന്നേരം അമ്മ വീടിൻ്റെ വാതിൽക്കലേക്ക്, റൂമിൻ്റെ വാതിൽക്കലേക്ക് വന്ന് നിന്നിട്ട് ചോദിച്ചു, എൻ്റെ ആധാർ കാർഡും എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതിങ്ങ് തന്നേരം അമ്മ പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ചുകൊണ്ടാന്ന് മനസ്സിലായി. അപ്പം തന്നെ ഞാനിത് കൊടുത്തതിന് കൊടുത്തില്ല എന്നെങ്ങാനും പറയുമോ എന്ന് ഓർത്തിട്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഒറ്റയടിക്കൊന്നും ഒരു കാര്യം ചെയ്യില്ല. ഞാൻ ഉടനെ തന്നെ ജോജോ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ജോജോ ചേട്ടൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, ഒരു മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്, അത് ഞാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു. ആ കൊടുത്തേക്കാൻ അദ്ദേഹവും പറഞ്ഞു. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഞാൻ അപ്പം തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അപ്പം ആരൊക്കെ അവിടെ ഉള്ളതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ്ടൊക്കെ ഓടി, ഞങ്ങളാണ് ഈ വീട്ടിലെ അവകാശികൾ, അധികാരികൾ, ഞങ്ങൾ കഴിഞ്ഞിട്ട് നീയുള്ളൂ, നീ പുറത്തുനിന്ന് വന്ന് കയറിയതാന്ന് പറഞ്ഞ് പിന്നെ കൂട്ടത്തോടെയുള്ള ആക്രമണമായിരുന്നു. നമ്മൾ പലർക്കും പരാതിയൊക്കെ കൊടുത്തെങ്കിലും അതിൽ വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ കേസിൽ അമ്മ പേഴ്സണലി, അതായത് ജോജോ ചേട്ടനുള്ള സമയത്ത് എന്നോട് യാതൊരുവിധ പോരൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ടും
എൻ്റെ ഗോൾഡ്, എൻ്റെ കുറച്ച് സ്വർണം വിറ്റിട്ടാണെന്ന് ആ ബൈക്ക് ആക്സിഡൻ്റ് ആയ ബൈക്ക് വാങ്ങിയത്. മലബാർ ഗോൾഡിൽ കൊണ്ടുപോയി എൻ്റെ ഒരു കൊലുസും ഒരു വളയും പിന്നെ ഒരു ജോഡി കമ്മലും അന്ന് കൊടുത്ത് കറക്റ്റ് വണ്ടി എടുക്കാനുള്ള ക്യാഷാണ് അന്ന് കിട്ടിയത്. അതിനാണ് ആ ബൈക്ക് എടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞു അവൾ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ അവരുടെ മകൻ മരിച്ചത്. ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് കൊല്ലിക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞു, കൊല്ലുക ചെയ്തതെന്ന് പറഞ്ഞു. ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് അവിടുത്തെ സിഐയുടെ മുമ്പാകെ ഈ അമ്മ വന്ന് പറയുകയും ചെയ്തതാണ് കേട്ടോ. അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തിത്തിരിപ്പുണ്ടാക്കി കുത്തിത്തിരിച്ചതാണ്. അപ്പം ഞാൻ ഇന്ന് അമ്മയോട് ചോദിച്ചു, അന്ന് എന്നെ തല്ലാനായിട്ട് ആരാളെ കൂട്ടിയെന്ന് ചോദിച്ചു. അപ്പം അമ്മ അത് വ്യക്തമായിട്ട് ആരാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞതാ, ബിന്ദുവിനോടൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞതാ, ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞതാ. ബിന്ദുവിൻ്റെ കയ്യിൽ എൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫും എൻ്റെ ആധാർ കാർഡൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ട് അമ്മ അന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അമ്മയ്ക്ക് എതിർക്കാമായിരുന്നില്ലേ? അവരോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാമായിരുന്നില്ലേ? അപ്പം മകളെക്കാളും മരുമകളെ സ്നേഹിച്ചതെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ട് അമ്മ അന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതൊക്കെ എൻ്റെ നാക്ക് കിട്ടിയതുപോലെയായിരുന്നു, എനിക്ക് പിന്നെ ഒന്നിലേക്ക് ഇറങ്ങാനൊന്നും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം അവിടുത്തെ ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ വൈഫിനോട് സംസാരിച്ചു. ഇടയ്ക്കൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുള്ളതാണ്. അപ്പം സംസാരിച്ചപ്പോൾ അവർ പറയുമായിരുന്നു, അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് നന്നായില്ലേ, അന്ന് അവിടെ നിന്ന് പോയത് നന്നായില്ലേ, അല്ലെങ്കിൽ ഇന്ന് ആ വീട്ടിൽ ജീവിതം ഒടുങ്ങി തീരില്ലായിരുന്നോ, എന്തെങ്കിലും ഒരു നല്ലത് നടക്കുമായിരുന്നു എന്ന് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചതോളെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, നമുക്ക് വിധി പോലെ നടക്കത്തുള്ളൂ. എന്ത് ജീവിതവും നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും ആവത്തില്ല. ചിലപ്പോൾ ദൈവം എന്ത് വിധിക്കുന്നോ അതാണ് വിധിക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞെന്ന് വന്നത് വേറൊന്നുമല്ല, ഞാനിന്ന് പോകേണ്ടി വന്ന സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരെനിക്ക് വോയിസ് മെസ്സേജൊക്കെ, അപ്പം എന്നെ അവിടെ നിന്ന് ആരും ഈ ഒരു സ്ഥലത്തിൻ്റെയോ ഈ ഒരു വീടിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ BP കൂടുകയോ കുറയൊക്കെ ചെയ്യും. കാരണം 12 വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചത് അത്രയ്ക്ക് ദുരിതങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത പഴികൾ, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത, അവൾ ആ വീടിന് നിന്നിട്ട് എന്നെ തല്ലി ഒടിച്ചിട്ട് അവരെല്ലാം പറഞ്ഞുണ്ടാക്കിയത് ഞാൻ ആ വീടിന് സ്ഥലത്തിനും വേണ്ടിയിട്ട് അവിടെ വഴക്കുണ്ടാക്കിയെന്ന്. അമ്മ പറഞ്ഞ് ഇന്ന് അമ്മയോടെ ചോദിച്ചപ്പോൾ അമ്മയുടെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം എവിടെ ഉണ്ടായേ, നിങ്ങളിവിടെ കിടക്കേണ്ടവരപ്പം നിങ്ങളിത് കിടക്കാതിരിക്കാൻ വേണ്ടി ഈ വീട് സ്ഥലവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നാ വഴക്കുണ്ടാക്കിച്ചത് എന്നൊക്കെ അമ്മ എന്നോട് ഉള്ള സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടും പറയാനുള്ള കാരണമുണ്ട്. കാരണം എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൽ പശ്ചാത്തപിക്കുവാണെങ്കിൽ നല്ലൊരു മരണം, ഇനിയിപ്പം പ്രായമായില്ലേ, നല്ലൊരു മരണം കിട്ടട്ടെ, മരിച്ചു കഴിയുമ്പോൾ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നർത്ഥമുള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചോദിക്കും പറയുകയൊക്കെ ചെയ്ത്. അപ്പം പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലതും പറഞ്ഞു പോകും. കാരണം അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് ആ നാട് യാതൊരു പരിചയമില്ല. ആകെപ്പാടെ കല്യാണം കഴിഞ്ഞ് 2.5 വർഷം ഞങ്ങൾ ജീവിച്ചുള്ളൂ. കറക്റ്റ് 2.5 വർഷമായി അന്നാണ് ആക്സിഡൻ്റ് ആയത്. അപ്പം എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു സഹായത്തിനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാനോ. അന്നൊക്കെ നമുക്ക് ആ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. കാരണം ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ ചെന്നു ഇവള് നേരത്തെ തന്നെ ഇവള് സൂയിസൈഡൊക്കെ ചെയ്യാനായിട്ട് നോക്കിയത്, അവള് ആത്മഹത്യാ പ്രവണതയുള്ളതാന്നൊക്കെ സ്റ്റേഷനിൽ വന്നപ്പം എൻ്റെ സാധനങ്ങൾ എനിക്ക് വിട്ടുകിട്ടുന്നായിരുന്നു. അപ്പം തല്ലിയതിൽ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഇവർ കുറച്ച് ബന്ധുക്കൾ വന്നിട്ട് പറയണേ ഇവള് നേരത്തെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. എവിടെ നിന്ന് മനുഷ്യന് സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യമൊന്നും അന്നും ഇല്ല ഇന്നും ഇല്ല. ജന്മം ചെയ്താൽ ഞാൻ സ്വയമായിട്ട് ചാവാനൊന്നും പോണില്ല, അത് വേറെ കാര്യം, ഞാൻ വേറെയാ. നല്ല നാടൻ പെണ്ണാ. കാരണം നല്ല ഗ്രാമത്തിൽ നാട്ടിലെ സകല കാര്യങ്ങളും കണ്ട് നല്ല ജീവിതത്തിലും ഒരുപാട് അന്നും ജീവിതം ഒരുപാട് കണ്ടത്. അന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൈയുടെ ഞരമ്പൊക്കെ മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ നോക്കും, ഞാൻ എവിടെ ഞരമ്പൊക്കെ മുറിച്ച പാടുകളൊക്കെ ഉണ്ടാവത്തില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അറിയത്തില്ലേ ഞരമ്പൊക്കെ മുറിച്ച് കിടന്ന് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ വീട്ടിലേക്ക് ഇനി കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ട് അവളെ സൂയിസൈഡ് ചെയ്താന്ന് വേണേൽ പറഞ്ഞുണ്ടാക്കി. എനിക്കാണെങ്കിൽ ചോദിക്കാനും പറയാനും വലിയ കാര്യമായിട്ടാണ്. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല, 100% ഉറപ്പ്.
ഇനിയിപ്പം ഉണ്ടാകുന്നേ ഉള്ളൂ, അല്ലാതെ അതിന് മുമ്പൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ബാധ്യതകൾ ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണെങ്കിൽ ഇറങ്ങിയത്, അത്രയേ ഉള്ളൂ. ഇവനും അത് വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഇനി ഇവൻ എൻ്റെ മനസ്സിലെങ്ങാനും എന്തെങ്കിലും ആഗ്രഹം, അമ്മ തന്നെയായിട്ട് അത് നിനക്കാണ്, നിൻ്റെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ അന്നിങ്ങനെ പണ്ടൊക്കെ പറയുമായിരുന്നു. അത് നിൻ്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അത് ഇന്നും പറഞ്ഞിട്ടോ. കാരണം ആ വീട്ടിലേക്ക് വഴിയില്ല, വണ്ടി ചെല്ലത്തില്ല, നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പം റോഡിൽ ഈ മിറ്റിലും മണലൊക്കെ ഇറക്കിയിട്ട് ജോജോ ചേട്ടൻ തന്നെയാണ് ചുവന്ന അപ്പുറത്ത് കൊണ്ടുപോയി ഇട്ട് ആ വീട് അത്രയൊക്കെ ആക്കിയെടുത്തതൊക്കെ. കാരണം 2000-ൽ ആ സ്ഥലം വാങ്ങുന്നതെന്ന് പറഞ്ഞു. കമ്പനിയുടെ അടുത്ത് വാങ്ങിയത്, കമ്പനി ജോലിക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ചെന്ന കമ്പനിയാണ്, വർക്ക് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ 2000-ലാണ് ആ സ്ഥലം വാങ്ങുന്നതും അതിനുശേഷം വീട് പണിയുന്നതൊക്കെ. കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ വെളിപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ, ഒരിക്കൽ ഞാനത് വെളിപ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് കേസും കൂട്ടായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ വെച്ചപ്പോൾ തല്ലിയതിനൊക്കെ ഈ അമ്മയെ കൂടി നടക്കണം. അതുകൊണ്ട് ഞാൻ സ്വയം പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എനിക്കത് മുന്നോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. കാരണം കൊച്ചിനെ ഉപദ്രവിച്ച കാര്യങ്ങൾ വരെയുണ്ട്. ചൈൽഡ് പ്രൊട്ടക്ഷൻ എപ്പോഴും ഉള്ളതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, തലവേദന ഇവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തലക്കിട്ടൊരു ഇടി കിട്ടിയതിൻ്റെയൊക്കെ. ഈ കൊച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയെല്ലാം ഇവൻ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വയസ്സിലൊക്കെ ചതവ് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ അജീവാനന്ദം കിടക്കും. അപ്പം അതവിടെ നിൽക്കട്ടെ. എന്തിനാണിന്ന് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് പഞ്ചായത്ത് മെമ്പറൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ കിടപ്പിലായി, തനിയെ നടക്കാനോ തനിയെ ആഹാരം കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ആഹാരം കഴിക്കാനായിട്ട് കൈ ഇങ്ങനെ പോലും പൊങ്ങത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവനേതായാലും പോയി നിന്ന് നോക്കാൻ പറ്റത്തില്ല, എനിക്കും ഇനി പോയി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ ലൈഫിലേക്കൊക്കെ മാറി. സത്യം പറയാമല്ലോ, ഞാൻ ആ ഒരു നരകത്തിൽ നിന്ന് ഞാൻ ശരിക്കും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയെന്ന് പറയാം. എൻ്റെ നരക ജീവിതത്തിൽ നിന്ന് ഞാൻ എന്താണേലും പോയെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് ഒരു മകനെ കൂടാതെ ഒരു മകള് കൂടിയുണ്ട്. അവര് നോക്കാനാണെങ്കിൽ തയ്യാറാവില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വീട് സ്ഥലം എല്ലാം കൂടെ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരമ്മയെ നോക്കുന്നു അവർക്ക് ആ വീട് സ്ഥലവും കൂടെ എഴുതി കൊടുത്തേക്കുക. നമുക്കൊന്നും വേണ്ട, നമ്മൾ ആ ഭാഗത്തേക്കില്ല. കാരണം അതിന് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ അതിലെല്ലാം പറഞ്ഞു നടന്നതാണ്. അപ്പം അതുകൊണ്ട് അമ്മയെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അമ്മയെ അനാഥാലയത്തിലേക്ക് മാറ്റുവാണ്, ഒരു മഠത്തിലേക്ക്, ഒരു ഓർഫനേജിലേക്ക് മാറ്റുവാണ്. അപ്പം നാളെ മാറ്റും, 2 ദിവസം കഴിയുമ്പോൾ മാറ്റും എന്നറിയിച്ചത് കൊണ്ട് അമ്മയ്ക്ക് കൊച്ചിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഒന്ന് പോയി കാണാനൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് എന്തെങ്കിലും വേണ്ടേ, അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്, ഈ തീരുമാനങ്ങൾ പറയാന്നൊക്കെയാണ് പറഞ്ഞ്. അപ്പോൾ പണ്ടേ തന്നെ വീടിന് സ്ഥലത്തിനും വേണ്ടി ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള മട്ടിൽ ഇവരെല്ലാം പറഞ്ഞു നടന്നത് കൊണ്ട് ഞാൻ പണ്ടേ തന്നെ ഇതിൽ നല്ല സൗകര്യത്തിൽ ജീവിച്ച, അതിലും കൂടുതൽ സ്ഥലത്തും അതിലും നല്ല വീട്ടിലും അതിലും നല്ല സൗകര്യത്തിലും ജീവിച്ച വ്യക്തി. അത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ട് ഇത് നിന്റെ പേരിലേക്ക് തരാമെന്നും പറഞ്ഞാന്ന് ഞാൻ മയങ്ങി വീഴത്തില്ല. അല്ല, ഇപ്പം ചേട്ടനാണെങ്കിലും ഒരുപാട് സ്ഥലവും ഒരുപാട് ഇവരെക്കാളൊക്കെ ഒരു 100 ഇരട്ടി സ്ഥലവും അല്ലെങ്കിൽ ഈ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൽ പോലും ഞാൻ ഭ്രമിച്ചിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പം അത്. അപ്പം ഞാനിന്ന് അവിടെ ചെന്നു, കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്ന, വേറെ ഒന്നിനുമല്ല, കുട്ടീനെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെന്നതാണ്. അപ്പം അമ്മേനെ ഇപ്പം തൽക്കാലത്തേക്ക് വല്ലപ്പോഴൊക്കെ വന്ന് നോക്കുന്നത്. അയൽപ്പക്കക്കാരാണ് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടു നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ പോലും കൈ പൊങ്ങത്തില്ല, പിടിച്ചൊക്കെയാണ് നടക്കുകയുള്ളൂ. നമ്മളൊന്നും താങ്ങിക്കൊടുക്കാതെ നടക്കാനും പറ്റത്തില്ല. ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തിട്ട് രോഗം എന്താണെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ ഒരു രോഗവും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതാണോ കാര്യം എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല.
അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം അമ്മയ്ക്ക് ചോറ് കൊടുക്കാനും അമ്മേനെ ഒന്ന് കുളിപ്പിക്കണതൊക്കെ അമ്മയുടെ ഒരു ഏറ്റവും ഇളയ ഒരു ആങ്ങളുടെ ഒരു മകള് വന്നിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവർ നോക്കാൻ തയ്യാറാണെങ്കിൽ ഇവർക്ക് കൊടുക്കുക, അമ്മയുടെ സ്ഥലമാണ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അതിൽ ആരും അവകാശം പറയാൻ വരത്തില്ല. ഈ മോനും അമ്മയും കൂടെ കൂടി വാങ്ങിയ സ്ഥലമാണ്, അതിൽ വീട് പണിതു. അപ്പം അമ്മ വിധവയായതുകൊണ്ട് ലോണൊക്കെ കിട്ടുമല്ലോ, കല്യാണം കഴിക്കാത്തൊരു ചെറുക്കന് ലോണ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അമ്മയുടെ പേരിലേക്ക് ആ സ്ഥലമാണെന്ന് ജോജോ ചേട്ടൻ എഴുതി. പല പ്രാവശ്യം ജോജോ ചേട്ടനോട് തിരിച്ചെഴുതടാന്ന് പറഞ്ഞിട്ട് അത് അമ്മയുടെ പേരിൽ കിടന്നോട്ടെ, ആരും അതിന് വേണ്ടി വരാനാ, നമ്മൾ രണ്ടുപേരല്ലേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. അമ്മ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് എന്ത് വേണേലും എടുത്തുകൊണ്ട് പൊക്കോ, അവിടെ ഇഷ്ടംപോലെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ട്, എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഒരുപാട് ആഗ്രഹിച്ച് പണിത വീടല്ലേ, വെറുതെ അനാഥാലയത്തിലേക്കൊന്നും പോവണ്ട, നോക്കാനായിട്ട് ആളാരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ മകൾ ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, അവർ തയ്യാറാണെങ്കിൽ അവരെ ഫാമിലീനെ അവിടെ താമസിപ്പിക്കിട്ട് തൽക്കാലത്തേക്ക്, അവർക്ക് വീടൊന്നും ഇല്ലാത്തവരാണ്, അവർക്കത് എഴുതി കൊടുക്കും, അവിടെ നിൽക്കാം. ആര് കേസ് പറഞ്ഞാലും വേറെ ആര് കേസ് പറഞ്ഞു വന്നാലും ഒന്നും വിലപ്പോകില്ല. കാരണം എന്ത് സംഭവിച്ചാലും എന്താണേലും ഞങ്ങളും ഇടയ്ക്ക് ചെല്ലും, കാൻസിനെ ഇടയ്ക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എന്താണേലും ഞങ്ങൾ പോകും. അപ്പം നോക്കാതെയൊന്നും കിടക്കേണ്ടുന്ന അവസ്ഥയൊന്നും വരില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളപ്പം പബ്ലിക്കിലി അറിയിക്കും. കാരണം പ്രായമായവരെ ദ്രോഹിക്കുന്നവരെ നന്നായിട്ട് എന്തൊക്കെ നോക്കിയില്ലെങ്കിലൊക്കെ പ്രശ്നമല്ലേ, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇന്ന്. അപ്പം അതായിരുന്നു കാര്യം. അങ്ങനെ നമ്മൾ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജോജോ ചേട്ടൻ്റെ ഫ്യൂണറൽ ആൽബം ഉണ്ടായിരുന്നു. ആനസിനോട് പറഞ്ഞു അതെടുത്തോ, അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്, അതെടുത്തോ, അതിവിടെ വെച്ചാൽ നശിച്ചു പോകുന്നു. എൻ്റെ കയ്യിൽ ആ സെയിം ആൽബം ഒരെണ്ണം ഉണ്ട്. ഞാനത് അന്ന് ആൽബം ക്ലബ്ബുകാർ, ജോജോ ചേട്ടൻ അവിടെ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയത് പുള്ളിയാണ്. അപ്പം ക്ലബ്ബ് അവർ തന്നെ എടുത്തതാണ്, സ്റ്റുഡിയോക്കാരനെ വിളിച്ച് എടുപ്പിച്ച് അവർ തന്നെ ക്യാഷ് മുടക്കി അമ്മയെ ഏൽപ്പിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു ആൽബം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സ്റ്റുഡിയോയിൽ, ഏത് സ്റ്റുഡിയോയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ പലരോട് ചോദിച്ച്, ആദ്യം കളത്തൂക്കടവിലൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയി ചോദിച്ചപ്പോൾ അവരെല്ലാം അന്ന് ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞ ഈരാറ്റുപേട്ടയിലൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്ന് ഞാൻ ആ ചേട്ടനെ കണ്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ആൽബം അവർ കൊണ്ടുപോയല്ലോ, അപ്പം അങ്ങനെ സെക്കൻഡ് ആൽബമായിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്ന് ആൽബം എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആനസിനെ ഒരുപാട് കരഞ്ഞു. പിന്നെ ഞാൻ പണ്ടപ്പള്ളിയിൽ നിന്ന് ചെന്നപ്പം, അത് എൻ്റെ വീട്ടിൽ നിന്ന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ വീട് വിറ്റല്ലോ, അപ്പം അവിടെ നിന്ന് 2-3 ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ജോജോ ചേട്ടൻ്റെ വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അത് അന്യമായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനി അന്യമായിട്ടൊരു വീടാണ്. അപ്പം ഇനിയിപ്പം അങ്ങോട്ട് പോക്കൊക്കെ വളരെ, അമ്മ ഉണ്ടെങ്കിൽ മാത്രം എല്ലാ കാലത്തൊക്കെ പോയെങ്കിലേ ഉള്ളൂ. കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ജസ്റ്റ് ഒന്ന് പോയെങ്കിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ചെടി ഓടിച്ചുകൊണ്ട് പോകുന്നു, അതിൻ്റെ കമ്പ് ഓടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ നല്ല സൂപ്പർ ഒരു ചാമ്പ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ. ആ ചാമ്പ അവിടെ കൊണ്ട് നട്ടതെന്നോ ഈ വീടിൻ്റെ അത്രയൊക്കെ ഏകദേശമൊക്കെ ഉയരത്തിൽ, നല്ല ഉയരത്തിൽ പൊങ്ങി നിറച്ച് കായുമായിട്ട് നിൽക്കുകയാണ്. ചാമ്പങ്ങ ആയില്ല, മുട്ട. അപ്പോൾ ഞാൻ എന്നും ചെല്ലുമ്പം ഇതിൻ്റെ ചാമ്പങ്ങ തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നും കുരു ഉണ്ടാവാറില്ല. ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചോട് നിറച്ച് ചാമ്പത്തൈകൾ, കുഞ്ഞു തൈകളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു 5 തൈ, ആ തൈകളും നമ്മൾ പറിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നടാം. എനിക്കിപ്പം അതൊക്കെയാണ് എൻ്റെ നൊസ്റ്റാളജി. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ സ്ഥലവും വീടും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഈ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. ആ ഒരു സ്വഭാവം ഇവനും ഉണ്ട് കേട്ടോ. കുറേ പഴയ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ ഓർമ്മയ്ക്കെന്നും പറഞ്ഞു. അപ്പം അവന് ഭയങ്കര വിഷമായിട്ട് അവനൊരു കൂട്ടം കാര്യം കൂടി അവൻ അവിടെ നിന്ന് മുറ്റത്തുനിന്ന് പറക്കിക്കൊണ്ട് പോന്നിട്ടുണ്ട്. യാതൊരു വിലയുമില്ലാത്ത, എന്നാൽ അവന് ഏറ്റവും വാല്യുബിളായിട്ട്, അവൻ ഏറ്റവും മൂല്യമായിട്ട് അവന് തോന്നിയ ഒരു കാര്യമാണ് അത്. നമ്മൾ വീഡിയോയിൽ എന്താണെന്ന് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നു. പിന്നെ ഞാൻ ഓർത്തു അവൻ്റെ ഒരു സങ്കടം അല്ലേ, അവൻ്റെ പപ്പ ജീവിച്ച സ്ഥലമല്ലേ ഓർത്ത് എനിക്ക് പിന്നീട് വിഷമം തോന്നി. അവൻ കരയുകയും ചെയ്തു. അതിനുശേഷം അത് ഭയങ്കര കോമഡി ഉണ്ടായി. ഇതിവനിങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവനായിട്ട് മുമ്പിൽ ടീപ്പോയിൽ വെച്ചിട്ട് അവൻ പറിക്കാത്ത ഡ്രസ്സ് മാറാൻ കയറിപ്പോയി. ഈ സാധനം ചുമ്മാ ഒരു പൊട്ട സാധനങ്ങളാണ്. എന്താ നമ്മൾ വീഡിയോയിൽ സസ്പെൻസ് ആണ്, ഇതിന് പിന്നാലെ വരുന്ന വീഡിയോയിൽ. ഇതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു
സംസാരം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തീർന്നു കഴിയുമ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ. അത് ടീപ്പോയിൽ വെച്ചിട്ട് ചേട്ടൻ അതെടുത്ത് മുറ്റത്തേക്ക് റേറ് വെച്ചു കൊടുത്തു. ഭാഗ്യത്തിന് ഇവിടെ മഴ നനഞ്ഞ് കിടക്കുമായിരുന്നു, അവിടെ മഴയില്ലായിരുന്നു. അതുകൊണ്ട് അത് എറിഞ്ഞ സാധനം മുറ്റത്ത്. ഇവൻ നോക്കിയപ്പോൾ അയ്യോ ഞാനും അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതേന്ന് പറഞ്ഞിട്ട് ഇവർ ഒറ്റ കരച്ചില്. ചേട്ടൻ പറഞ്ഞാണ് തീ കൊണ്ടുവച്ചെങ്കിൽ ഇപ്പം ഈ പെരക്കാതെ ഇതെന്താന്ന് എനിക്കറിയില്ല, ഞാനെടുത്ത് ഏറ് കൊടുത്തു. എന്നിട്ട് മുറ്റത്തുനിന്ന് ചേട്ടൻ തന്നെ പോയി അത് എടുത്തു കൊടുത്തു. 4 എണ്ണം ഉണ്ട്, എന്താണെന്ന് കാണണം കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, ഇവനാകെ പാടെ കിട്ടിയ സമ്പാദ്യമാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതായിരുന്നു സംഭവം. കർമ്മ ഈസ് ബൂമറാങ്. അന്ന് ഞാൻ ചിന്തിക്കായിരുന്നു, ഈ അമ്മ ആര് നോക്കും, ഇങ്ങനെയൊക്കെ ഞങ്ങളെ തല്ലിയൊക്കെ ഓടിച്ചു വിട്ടിട്ട് അവസാനം ഈ കൂടെ നടക്കുന്നവരൊക്കെ ഉണ്ടാകുമോ, ഒരു നേരത്തെ ആഹാരം ഇവരാരെങ്കിലുമൊക്കെ കൊടുക്കുമോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ ഒരുപാട് മനപ്രയാസം ദേഹോപദ്രവവും എല്ലാം ഏൽപ്പിച്ച് എന്നെ അവിടെ നിന്ന് വിട്ടതാണ്. അപ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്ക് അന്നൊരു വാക്ക് പറയാമായിരുന്നു, ഈ വന്ന് ചീത്ത വിളിക്കുന്നവരെയൊക്കെ പറയാമായിരുന്നു. വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, മകൻ്റെ ഭാര്യയാണ്, മകൻ മരിച്ചു പോയതാണ്, ഇനി ഒരു സംരക്ഷണം നൽകേണ്ടത് ഞാനാണ്, കൊച്ചുണ്ട്, 1.5 വയസ്സേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കാമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ മനപ്രയാസങ്ങൾ ഇത്രയും നാളും വാടകയ്ക്ക് കിടന്ന്, സ്വന്തം വീടിന്ന് ചെന്താന്ന് പോലും അറിയാൻ പാടില്ലാതെ വാടകയ്ക്ക് കിടന്ന് ഒരുപാട് ദുഃഖം അനുഭവിച്ച് ഇവന് ആ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ ഓടിക്കളിക്കാമായിരുന്നു, സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെടികളോ മരങ്ങളോ ഒക്കെ നട്ട് അതിൽ നിന്ന് ചാമ്പങ്ങ പേരക്കയൊക്കെ കഴിക്കാമായിരുന്നു ഇവന്. അതിൻ്റെ ഒന്നും ആ ഒരു നഷ്ടപ്പെട്ട കുട്ടിക്കാലം, ആ ബാല്യമൊന്നും ആർക്കും ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവൻ്റെ ബാല്യമൊക്കെ കഴിഞ്ഞ് കൗമാരാവസ്ഥയിലേക്ക് കടക്കാൻ പോകും. നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഇവൻ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു, മകനും അമ്മയും ഒരുപാട് നാളെ പലരുടെയും വീടുകളിൽ കൂട്ടുകുടുംബം പോലെ കിടന്നു, പലരുടെയും പറമ്പിൽ ഷെഡ് പോലെയൊക്കെ വെച്ച് കെട്ടി കിടക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവസാനമാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയ വീട് പണിത്. എൻ്റെ മകൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, ക്ഷമിക്കും മോനെ എന്ന് പറഞ്ഞ് വളർത്തിയതാണെന്ന്. അതിലേറെ കഷ്ടപ്പാടും അതിലേറെ അവഗണനകളും അതിലേറെ അവഹേളനങ്ങളും ഉണ്ടായി വളർന്നു വന്നതാണ് ആൻസ്. അതും അതിൻ്റെയൊക്കെ ഒരു ശാപമാകാം, അല്ലെങ്കിൽ ആ ഒരു വീടും ഒരു സ്ഥലമൊക്കെ ഒരു കണ്ണീരാണ്. അത് കണ്ണീരും ശാപവും ഒക്കെ ആയിട്ട് മാറിയതാണ്. അതിനിപ്പം എന്താണേലും ഒരിക്കലും മാറത്തില്ല. എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ പൂജകൾ നടത്തിയാലും, എത്രയൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും പോയാലും ചിലരുടെ ഒന്നും ശിരസിന് മേലെ നിന്നും ആ ഒരു കണ്ണുനീരോ ശാപമോ ഒന്നും മാറത്തില്ല. പൊറുക്കാനൊക്കെ പറ്റും, പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തിടത്തോളം കാലം അതൊരു ശാപമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ കർമ്മ ഈസ് ബൂമറാങ്. അവസാന കാലത്ത് അമ്മ ഇതെല്ലാം ഓർത്ത് പശ്ചാത്താപിക്കുകയായിരുന്നു. നിങ്ങളിവിടെ നിൽക്കേണ്ടതായിരുന്നു, നിങ്ങളെ അവരെല്ലാവരും കൂടി ഓടിച്ചതാണ്, അന്ന് എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയി, ഇന്നെനിക്ക് ആരുമില്ല, ഞാൻ അനാഥാലയത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അനാഥാലയത്തിലൊന്നും പോകാൻ നിൽക്കണ്ട, ഇവർ നോക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അടുത്ത വീട്ടിലെ ചേട്ടനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മയെ ആര് നോക്കുന്നു, ഇവർ ഇത്ര നാളും അനാഥാലയത്തിൽ മഠത്തിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് വളർന്ന് കണ്ടവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ടതാണ്. അപ്പം ഇനി അവസാന കാലത്ത് മരിക്കാറായി, അവസാന കാലത്ത് എന്തിനാ അനാഥാലയത്തിലേക്ക് വിടണം, നോക്കാൻ തയ്യാറാകുന്നവർ അവിടെ നിന്ന് നോക്കട്ടെ, അവർക്കതങ്ങ് കൊടുത്തേക്കട്ടെ, നമ്മളിതിൻ്റെ അവകാശമോ അധികാരമോ ഒന്നും ചോദിച്ചൊരിക്കലും കടന്നു ചെല്ലില്ല എന്ന് നമ്മളും അടുത്ത വീട്ടിലെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിക്കലും ഇവനെ ഞാൻ ഇതുപോലെ സ്ഥലത്തിന് വേണ്ടിയിട്ടോ സ്വത്തിന് വേണ്ടിയിട്ടോ ഒന്നും മോഹിപ്പിച്ച് വളർത്തത്തുമില്ല, അത് വേറെ കാര്യം. അപ്പം ഇതായിരുന്നു അന്ന് സംഭവിച്ചത്. ഇനി അതിൻ്റെ തെളിവുകളും അതിൻ്റെ വിത്ത് പ്രൂഫുകളും എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ വന്നിട്ട് തിരിച്ചു പോവാണ് കേട്ടാ. പാകക്കാട് പള്ളിയാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മള് അമ്മയെ കണ്ട് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനുണ്ടായിരുന്നു, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ചോദിച്ചു. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവുകയാണ്. ഇതാണ് സെന്റ് പോൾസ് കാത്തലിക് ചർച്ച്. നടാ പിടിക്കടാ വേഗം വേഗം. നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്താനായിട്ട് നമ്മളിതാ
അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇച്ചിരി കുക്കുംബർ വാങ്ങിച്ചു, പിന്നെ നമ്മുടെ ബാസ്കിമോനുള്ള തീറ്റ വാങ്ങിച്ചു. അത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇച്ചിരി മുന്തിരിങ്ങ വാങ്ങിച്ചു. പിന്നെ ആൻസൂട്ടൻ അവൻ്റെ പപ്പയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ആകപ്പാടെ കിട്ടിയ ഒരു സമ്പാദ്യമുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങ് പോന്നു. ആൻസിനോട് പറഞ്ഞു അതിന് സൂക്ഷിച്ചു വെക്കാനായിട്ടിന് നീയേ ഉള്ളൂ, അവിടെ ഇരുന്നത് നശിച്ചു പോകുമെന്നും പറഞ്ഞ് അങ്ങനെ ആൻസിന് ആ ഒരു സമ്പാദ്യം കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ആ അതെന്നാ അതാ എവിടെന്നാ? പാകാടുന്നോ? കാണിച്ചേ. ആ ഇത് മിറ്റത്തുനിന്നാ കൊണ്ടുവന്നേ? ഇത് ആ മിറ്റത്തുനിന്ന് കൊണ്ടുവന്നാണോ? അപ്പൊ ഇതാണ് അവന് കിട്ടിയ ആകെ കിട്ടിയ സമ്പാദ്യം. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഒന്നേ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. അവന് പപ്പയുടെ വീട്ടിൽ നിന്ന് ഇനി ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ടെന്നും പറഞ്ഞത് അവിടെ നിന്ന് എടുത്തോണ്ട് ഏതായാലും വീടും കൂടൊന്നും ഇല്ല. ഇതുവരെ വാടകയ്ക്കൊക്കെ കിടന്ന് ദുരിതം അനുഭവിച്ച കൊച്ചിന് ഏതായാലും അവിടെ നിന്ന് ഒന്നും കിട്ടത്തില്ല, അത് മനസ്സിലായി. കൊച്ചാപ്പാട് എടുത്തുകൊണ്ട് വന്ന സമ്പാദ്യമാണിത്. എപ്പോ പറക്കി എടുത്ത്? വിഷമം വന്നപ്പോ എടുത്താണാ? വിഷമം വന്നാ? ചെറുതായിട്ട് വിഷമം വന്നു. പപ്പ ഉണ്ടാക്കിയ നാപ്പാടെ 4 കല്ല് കാടിച്ചേടാ കരയുവാണോ? 4 കല്ലെങ്കിലും കിട്ടിയില്ലോന്ന് ഓർത്തൂല്ലേ മിറ്റത്ത്. സൂക്ഷിച്ചു വെച്ചോ. ഇത് കണ്ട നിന്റെ പപ്പയ്ക്കാകെ വിഷമായി പോകൂലോടാ. നടുക്ക് വെച്ചില്ലായിരുന്നു ഒരു വെള്ളാരം കല്ലേ, അതാ മിറ്റത്തേക്ക് എടുത്ത് വെച്ച്. പിന്നെ നോക്കിയപ്പോ കാണാനില്ല. പിന്നെ പപ്പയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂട്ടിനകത്തുള്ള സമ്പാദ്യം ഒന്ന് കാണിച്ചു കൊടുത്തേ. പപ്പയുടെ അമ്മ അവന് കൊടുത്തു വിട്ടു. അത് ഞാൻ നട്ട 2 ചെടി അവിടെ നിന്ന് ചെത്തി എടുത്ത് ഓടിച്ചോണ്ട് പോകുന്നതാ. ഒരു 2 ചാമ്പത്തയ്യും അത് പണ്ടപ്പള്ളിന്ന് കൊണ്ട് നട്ടതായിരുന്നു. അപ്പോൾ അത് ആൻസിന് പപ്പയുടെ അമ്മ കൊടുത്തുവിട്ടാണ്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും, അതുകൊണ്ട് ഇനി ഇത് കൊച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഏതായാലും ഒരെണ്ണം ഉണ്ട്, ഞാൻ ഒരെണ്ണം കാശ് കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആൻസുകൂട്ടന് ഫ്യൂണറൽ ആൽബം ആണ് കേട്ടോ, നീ എടുത്തോ എന്നും പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാണ്. അപ്പം ഇതാണ് ആൻസുകൂട്ടൻ ആകെപ്പാടെ കിട്ടിയ സമ്പാദ്യം. നമുക്കൊന്നും വേണ്ടല്ലടാ, നമുക്കെല്ലാം ഉണ്ടാക്കാമല്ലടാ. ഇങ്ങോട്ട് നോക്കടാ, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ചുമയാ. അപ്പം അതാ ആൻസുകൂട്ടൻ്റെ ആ സമയത്ത് ആൻസുകൂട്ടൻ്റെ ഇതുപോലെ ഇരുന്ന് കൊച്ചായിരുന്നു കേട്ടോ, ഇതുപോലെ ഇരുന്നു. വേണ്ട, അപ്പം അത് മതി, അത് മൊത്തം ഒന്നും കാണിക്കാനൊന്നും നിൽക്കണ്ട. അപ്പം അങ്ങനെ ഒരു ഫ്യൂണറൽ ആൽബം കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് പപ്പയ്ക്ക് ആൻസൂട്ടനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്ന ഇതാണ് ആൻസ്. അപ്പം അതാ എല്ലാവരും കണ്ടോളൂ. അപ്പോൾ ഇതായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സമ്പാദ്യമൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ. ആൻസിന് അപ്പൻ്റെ വീട്ടിൽ നിന്നിട്ട് സമ്പാദ്യം സൂക്ഷിച്ചു വെച്ചോളൂ. ഏത് ബിസ്ക്കറ്റാ ഇത്? ഇവൻ പറഞ്ഞില്ലായിരുന്നു ബേക്കറിയിൽ നിന്ന് അവൻ എന്തേലും വാങ്ങൂന്ന്? ജ്യൂസ് വാങ്ങാൻ പോയപ്പോ. ആർക്കറിയാടാ, നമുക്കിപ്പോൾ അതൊന്നും നോക്കണ്ട. തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചിനി ഒന്നുമില്ല, അങ്ങനെ എല്ലാ കാര്യത്തിനും ഓരോ തീരുമാനമൊക്കെ ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയൂ, അപ്പം എനിക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അനുഭവിച്ച ദുരിതങ്ങളുടെ ഘോഷയാത്രയുടെ ആരംഭം എവിടെ നിന്നായിരുന്നു, ഞാൻ തെരുവിലേക്ക് ഇറക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എല്ലാം എനിക്ക് മനസ്സിലായി. വിത്ത് പ്രൂഫ്, ഓൾ പ്രൂഫോട് കൂടി എനിക്ക് എല്ലാം മനസ്സിലായി. ആരായിരുന്നു ഇതിൻ്റെ പിന്നിലെന്നും എല്ലാം എനിക്കറിയണമായിരുന്നു. അതിലൊരാൾ മാത്രം എന്നോട് വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോളെ ക്ഷമിക്കണം കേട്ടോ എന്നും പറഞ്ഞ് മുതലക്കടം പള്ളിയുടെ മുമ്പിൽ നിന്ന് പള്ളി പെരുന്നാളിന് കുർബാന നടക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാര്യമൊക്കെ വിട്ടു, പൊറുക്കാം, പക്ഷെ മറന്നിട്ടില്ല ഒന്നും.
അപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്നല്ലേ പറയുക. അതൊക്കെ തന്നെയാണ് കർമ്മ ഈസ് എ ബൂമറാങ്. അത് അനുഭവിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമുഖത്ത് നിന്ന് പോകൂ എന്നുള്ള കാര്യവും മനസ്സിലായി. കർമ്മം ചെയ്താൽ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അത് നമുക്ക് അതിൻ്റെ ഫലം ഒരു ബൂമറാങ് പോലെ ഇങ്ങനെ കൊണ്ടിട്ട് തിരിച്ചത് വരും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് പറയല്ലേ. അതെ, അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. എൻ്റെ ഡിസിഷൻസ് എന്തായിരുന്നു എന്ന് നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിച്ചേക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വേണ്ടാന്ന് വെച്ചിറങ്ങിയാൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ ആരുടെ ഒന്നും ആഗ്രഹിച്ചിട്ടും ഇല്ല, തന്നാൽ പോലും സ്വീകരിക്കത്തും ഇല്ല. അത് നമ്മുടെ ഒരു വാശി. എന്നാ അതൊക്കെ ഞാൻ പറയാം, അതെനിക്ക് വേണം. ചേട്ടൻ എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ മൊത്തം സ്വത്ത് സ്ഥലവും സമ്പാദ്യവും എല്ലാം കൂടി എഴുതി തന്നേക്കാന്ന്. അപ്പം ചേട്ടൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, കാര്യം ചേട്ടാ എനിക്ക് ആ ചേട്ടൻ ഇതെല്ലാം കൂടെ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ എന്നോട് അതിനിപ്പോൾ എന്നെ അവനെ കൂടെ നീ എടുത്തോ ഓരോ ചേട്ടൻ്റെ സ്ഥലവും സ്വത്ത് സമ്പാദ്യം അവനെ കൂടെ അങ്ങ് തന്നേക്കാം. അല്ല, ഇങ്ങ് വന്നാ ചോദിക്കട്ടെ, ഇങ്ങ് വന്നേ കൂടെ ചേട്ടനെ കാണിക്കട്ടെ. ഇവിടെ വരൂ. അതെന്നോട് ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ സകല സമ്പാദ്യവും കൂടെ എനിക്ക് എഴുതി തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ തീരുമാനം? അത് ഞാൻ പറഞ്ഞല്ലോ, ചേട്ടന്റെ ഒരു 10 സെന്റ് സ്ഥലം വിൽക്കുക, എഴുതിയെടുക്കാനുള്ള പൈസ അതിൽ നിന്ന് ഒപ്പിക്കുക, എനിക്ക് മൊത്തം എഴുതി തന്നേക്കുക. ചേട്ടന് മൊത്തം ഒരു 5-6 ഏക്കർ സ്ഥലം ഉണ്ട്, അത് മൊത്തം കൂടെ എഴുതി തരുമെന്നാ പറഞ്ഞു. തരുവോ? പറ പറ വായി കൊണ്ട് പറ. എന്നാന്ന് ചേട്ടൻ എനിക്ക് മൊത്തം എഴുതരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതല്ല, ഒരു ഇച്ചിരി ഒരു 8 സെന്റ് സ്ഥലം ഉണ്ട്, അതും വെച്ചിട്ട് ഞാൻ തലയിൽ ഭാരം പോലെ ചുമന്നു കൊടുക്കുമ്പോ ഞാൻ ഇതെല്ലാം കൂടെ ചുമന്നു. എനിക്കൊന്നും വേണ്ട. അപ്പോ ചേട്ടന് ഒരു ഇച്ചിരി സ്ഥലം അവിടെ, ഇച്ചിരി സ്ഥലം അവിടെ, ഒരിച്ചിരി സ്ഥലം അവിടെ, ഒരിച്ചിരി സ്ഥലം ഇവിടെ, അങ്ങനെ ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ സ്ഥലം എന്നും പറഞ്ഞു കൊണ്ട് കാണിച്ചിട്ട് അതെ ഇവിടെ പോലെ അങ്ങ് അവിടം വരെ ഉണ്ടെന്ന്. ആർക്കും വേണം ചേട്ടാ. അപ്പൊ അതാ നമ്മള് പിന്നെ എന്നോട് ഇന്ന് അവിടെ നിന്നൊരു ചോലച്ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വിളിച്ചിട്ട് ഞാൻ അവരെ പോകാൻ നേരത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഇനി ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും ചെല്ലത്തില്ല എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അതും നോക്കി അവിടെ ഇരിക്കുമായിരുന്നു, ഈ ജീവിതം നശിച്ചു പോകത്തില്ലായിരുന്നോ, ഇപ്പം നല്ലൊരു ലൈഫ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ആഗ്രഹിക്കാൻ പോകാതിരുന്നാൽ മതി, കൂടുതൽ വലിയ ആഗ്രഹം പിന്നെ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ 12 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു സമാപനം. അങ്ങനെ ഞാൻ വിചാരിച്ചത് അതേപടി നടന്നു, യാതൊരു മാറ്റവും ഇല്ലാതെ ഞാൻ അന്ന് വിചാരിച്ച കാര്യം ഇന്ന് നടന്നു. അതാണ് പറഞ്ഞത്, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ ദുഃഖിപ്പിച്ചവർ, നമുക്ക് സങ്കടങ്ങൾ തന്നവരൊക്കെ വീണ്ടും വേദനിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണും. അതാണ് കർമ്മ ഈസ് എ ബൂമറാങ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇവിടെ എല്ലാത്തിനും ഒരു സമാപനം. അപ്പം ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മുടെ ലൈഫൊക്കെ ആയിട്ട് നമ്മൾ വരാം. അപ്പം ഇനിയിപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി, ഒരു തീർപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വിത്ത് പ്രൂഫോട് കൂടി ഒരു വീഡിയോ ആയിട്ട് എൻ്റെ കയ്യിൽ അത് എന്നും ഉണ്ടാകും. അതിനി എന്നെങ്കിലും എനിക്കത് പുറത്ത് വിടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് വിടുന്നതായിരിക്കും. അപ്പോൾ ബൈ.